വാർത്തകൾ തുടരുന്നു. സംസ്കാര സാഹിതി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MD വാസുദേവൻ നായർ അനുസ്മരണവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. സംസ്കാര സാഹിതി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MD വാസുദേവൻ നായർ അനുസ്മരണവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. ഉളിക്കൽ വൈത്തൂർ UP സ്കൂളിൽ വെച്ച് സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ KV ജേക്കബിന്റെ അധ്യക്ഷതയിൽ സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങളെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ഡോക്ടർ KV ഫിലോമിന ടീച്ചർ MD വാസുദേവൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ച് അവിടുന്ന് വളർന്നു വന്ന ഒരു എഴുത്തുകാരനാണ്. ഒരു കാലഘട്ടത്തെ കൃത്യമായി നിർവചിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. നമുക്കറിയാം, ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1933 കാലഘട്ടത്തിന്റെ പ്രത്യേകത സ്വാതന്ത്ര്യ സമരം പോലുള്ള കാലങ്ങൾ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ട ഒരു കാലം. അതൊരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് തറവാടുകൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. തറവാടുകളുടെ ശോച്യാവസ്ഥ നമുക്കറിയാലോ. ഈ മരുമക്കത്തായും ഒക്കെ തറവാടുകൾ, ആ തറവാടുകളുടെ തകർന്നടിഞ്ഞ തറവാടുകളെ കുറിച്ച് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു കാലമാണ് ആ ഒരു കാലഘട്ടം. പിന്നെ അത് മാത്രമല്ല, ഗ്രാമങ്ങൾ, ഒരുപാട് മാറ്റങ്ങളുമായി വലിയ മാറ്റങ്ങൾ ഗ്രാമങ്ങളിൽ നടന്ന ഒരു കാലമാണ്. പിന്നെ മാത്രമല്ല, പുതിയ മൂല്യങ്ങൾ, അതിന്റെ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ പുതിയ മൂല്യങ്ങളുടെ വരവുമൊക്കെ ഉദ്ഘോഷണം ചെയ്തിട്ടുള്ള ഒരു കാലമാണ് നമ്മുടെ MT വാസുദേവൻ നായർ വളർന്നു വന്ന ഒരു കാലം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ MD ചിത്രങ്ങളുടെയും പുസ്തകങ്ങളുടെയും പ്രദർശന വിജയികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി വിതരണം ചെയ്തു. സമ്മാന വിതരണം ഡോക്ടർ VA അഗസ്റ്റിൻ നിർവഹിച്ചു. കുട്ടികൾക്ക് മലയാള ഭാഷയെ സ്നേഹിക്കാനും മലയാളം വായിക്കാനും മലയാളത്തിൽ സാഹിത്യ സൃഷ്ടികൾ രചിക്കാനും സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. അതോടൊപ്പം പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ജനങ്ങൾക്കായി ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. വൈത്തൂർ UP സ്കൂൾ ഹെഡ്മാസ്റ്റർ NJ തോമസ്, നിയോജക മണ്ഡലം ട്രഷറർ TD ദേവസ്യ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മധു കോളിത്തട്ട് MDയെ അനുസ്മരിച്ച് കവിത ചൊല്ലുകയും പരിപാടിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് നാട്ടിൽ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ കലാ സാഹിത്യ സാംസ്കാരിക രംഗം കൈകാര്യം ചെയ്യാത്ത മനുഷ്യരാരുമില്ല. കാരണം എഴുതാത്ത ആളില്ല, കവിത ചൊല്ലാത്ത ആളില്ല, ചിത്രം വരക്കാത്ത ആളില്ല. കാരണം ഈ കൊറോണ നമ്മുടെ ഏറ്റവും വലിയ കലാവിധിയായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ കലയുടെ ഏത് തലത്തിലാണ് കല കൈകാര്യം ചെയ്യുന്നു എന്നതല്ല, കലയെ ആസ്വദിക്കുന്ന നിലവാരത്തെക്കുറിച്ചുമല്ല, എല്ലാവരും കല ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ MTയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ 35 വർഷമായിട്ട് MTയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നമുക്കറിയാം, മലയാള ഭാഷയെ ഒരു ലോകത്തിന്റെ അതിരോളം എത്തിച്ച് വളരെ അവിസ്മരണീയമാക്കിയ ഒരു സാഹിത്യകാരനാണ് MT. അതുപോലെ തന്നെ സാഹിത്യരംഗത്ത് ഭാഷയെ ഇതിൽ വർണ്ണങ്ങൾ കരുതിവിട്ടു. അതുപോലെ തന്നെ അവിസ്മരണീയമായ അനുസരമായ ഒരു വിദ്യാശാലിയായിരുന്നു MT. ഫിലോമിന ടീച്ചർ പറയുന്നത് ശരിക്കറിയുന്നത് ഞാൻ ഓർക്കുന്നത്, MTയുടെ കഥാപാത്രങ്ങളെ ഒരു ഹൃദയസ്പർശിയായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയും വളരെ അഗാധമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും.